Hi traders, welcome back to Market Waves. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ നിഫ്റ്റി തന്നെ പരിശോധിക്കാം. വ്യാഴാഴ്ച 23,579 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി വെള്ളിയാഴ്ച രാവിലെ ഓപ്പൺ ചെയ്തത് 23,661 എന്ന ലെവലിലായിരുന്നു. ഏതാണ്ട് 82 പോയിന്റ് പ്ലസിലായിരുന്നു. പുതിയ എവർ ടൈം ഹൈ ചെറിയ പോയിന്റുകൾക്ക് തന്നു എങ്കിൽ പോലും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന തിക്ക് ലൈൻ റെസിസ്റ്റൻസ് എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നത് ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണ് എങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട്സ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും എന്നായിരുന്നു. എന്നാൽ രാവിലെ ഓപ്പൺ ചെയ്ത് തന്നെ പുതിയ ഉയരം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു. അഥവാ ഓപ്പൺ ചെയ്തെടുത്തു നിന്നും ചെറിയ പോയിന്റുകൾക്ക് ഒരു അപ്പ് മൂവ് കാണിച്ചുവെങ്കിലും ചെറിയ പോയിന്റിന് മാത്രം നമ്മളുടെ എവർ ടൈം ഹൈക്ക് മുകളിൽ കടന്നുവെങ്കിലും പെട്ടെന്ന് തന്നെ സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. നമുക്കറിയാം അതിന്റെ തലേദിവസം ഒരു വീക്ക്ലി ക്ലോസിംഗ് ആയിരുന്നു. ഒരു ഹീറോ സീറോ നമ്മൾ പ്ലാൻ ചെയ്ത് നൽകിയിരുന്നു എങ്കിൽ പോലും ഈ ലെവലിൽ നിന്നുകൊണ്ട് നൽകിയിരുന്നു. ഇവിടെ സ്റ്റോപ്പ് ലോസും കൊടുത്തിരുന്നു. എന്നാൽ അത് നമുക്ക് കൃത്യമായി കിട്ടാതെ ഈ ലെവലിൽ നിന്ന് സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യാതെ കൃത്യം ഡൗൺ വന്നു ഒരു അപ്പ് മൂവ് തന്നു എങ്കിലും പുതിയ ഉയരം തന്ന് നമുക്ക് ഒരു ഹീറോ സീറോ കിട്ടിയിരുന്നില്ല. എന്നാൽ കറക്റ്റ് ആയിരുന്നു ആ മൂവ് എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു പ്രൈസ് അപ്പോൾ പിറ്റേ ദിവസം ഓപ്പൺ ചെയ്തത്. ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയായിരുന്നു ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ എങ്കിൽ ഈ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇതെല്ലാം 100% പ്രഡിക്റ്റ് ചെയ്യാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും നമ്മളുടെ ട്രേഡ് ലഭിച്ചിരിക്കുന്ന ക്യാൻഡിലുകളെ അഥവാ ലഭിച്ചിരിക്കുന്ന പ്രൈസ് ആക്ഷനെ അടിസ്ഥാനപ്പെടുത്തി ഒന്ന് പ്ലാൻ ചെയ്യാൻ മാത്രമേ കഴിയൂ. അപ്പോൾ അത്തരത്തിൽ ഞാൻ പ്ലാൻ ചെയ്തിരുന്ന ട്രേഡ് കൃത്യമായിരുന്നു. ഓപ്പണിംഗ് കറക്റ്റ് തന്നു. എന്നാൽ ഇവിടെ നിന്നും തലേദിവസത്തെ ഈ ഹീറോ സീറോയ്ക്ക് പകരം ഇവിടുന്ന് വീണ്ടും ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കോൾ ഓപ്ഷൻ വാങ്ങി വയ്ക്കുകയോ അഥവാ ഈ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുകയോ ചെയ്തിരുന്നവർ ഇവിടെ കൃത്യമായും പുതിയ ഉയരം ഹോൾഡ് ചെയ്യുന്നില്ല എന്നോ അതല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പണിംഗിൽ ഈ പോസിറ്റീവ് കണ്ട് വിൽക്കുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ ഈ ലെവലിൽ നിന്ന് ക്ലോസ് ചെയ്തെടുത്തും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് കരുതി ഒരു എൻട്രി എടുത്തവർ ഒരു 600 ലെവലിൽ എൻട്രി എടുത്തു. ലഭിച്ചത് 645 ആണ്. ഏതാണ്ട് 20 പോയിന്റിന്റെ എങ്കിലും ഒരു ATM ഓപ്ഷനാണ് ബൈ ചെയ്യുന്നതെങ്കിൽ 20 പോയിന്റിന്റെ എങ്കിലും പ്രോഫിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അത് കൃത്യമായി ബൈ ചെയ്തവർക്ക് മാത്രമായിരിക്കാം ലഭിക്കുക. അതല്ലാതെ ഇവിടുന്ന് ബൈ ചെയ്തു പുതിയ ഉയരം പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഈ സ്റ്റോപ്പ് ലോസ് കൊടുത്തിരുന്നെങ്കിൽ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായും ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും നമ്മുടെ ഏരിയയിൽ വന്നു. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും പുതിയ ഉയരം നൽകാതെ തിരിച്ചു വരികയും ചെയ്ത് ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് എന്ന് ചിന്തിച്ചവർക്ക് വീണ്ടും കിട്ടിയ അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ട്രേഡ് ഒരു പുട്ട് ഓപ്ഷൻ ഒരു സെല്ല് ചെയ്ത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ ശ്രമിച്ചവർക്ക് വളരെ നല്ല ടാർഗറ്റ്. ഏതാണ്ട് ഈ ലെവലിൽ നിന്നും ഒരു എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ 600 ലെവലിൽ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങാം. പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യില്ല, ഇങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞവർക്ക് ഈ 600 നിന്നും 504 പോയിന്റിലോട്ട് എന്ന് പറഞ്ഞാൽ 100 പോയിന്റ് ഏതാണ്ട് 50 പോയിന്റിന്റെയെങ്കിലും ഒരു ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ടാകാം. ഈ സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് വളരെയധികം സ്ക്രീൻഷോട്ടുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതായി നൽകിക്കൊണ്ട് പ്രേക്ഷകർ എന്നെ ഇൻഫോം ചെയ്തിരുന്നു. അവരുടെ സന്തോഷം പങ്കുവച്ചിരുന്നു. താങ്ക് യു. എന്നാൽ ഇവിടെ നിന്നും ഇത് നമ്മൾ ഒരു സപ്പോർട്ടായി രേഖപ്പെടുത്തിയ ലൈനാണ്. അത് വീണ്ടും ഉയർന്നെങ്കിലും ഈ റെസിസ്റ്റൻസ് ലെവലിനെ ബാധിച്ചുകൊണ്ട് വീണ്ടും ഡിക്ലൈൻ തന്നെയാണ് കാണിച്ചത്. അപ്പോൾ പ്രൈസ് വീണ്ടും അടുത്ത സപ്പോർട്ട് സോണിലോട്ട് പോയി. ഇതെല്ലാം കൃത്യമായി ട്രേഡബിൾ ആയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ കൃത്യമായി ഇത് ട്രേഡ് ചെയ്യാൻ അറിയാത്തവർ ഈ ഡയറക്ഷനിൽ നിന്ന് സെല്ല് ചെയ്യാം, ഇവിടുന്ന് ബൈ ചെയ്യാം, അങ്ങനെ സ്റ്റോപ്പ് ലോസ് അടിച്ചവരും നിരാശരായവരും ഇഷ്ടം പോലെ ഉണ്ടാകാം. എങ്കിലും വീണ്ടും വന്നു അടുത്ത സപ്പോർട്ട് ലെവലിൽ വന്ന് കൃത്യമായും ഒരു അപ്പ് മൂവ് തന്നുകൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്പ് മൂവ് തരുന്നു എന്ന് ഫീൽ ചെയ്തവർക്ക് അത്രയും ലോ വന്നതല്ലേ ഇനി അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്ന് കരുതിയവർക്ക് അതും വീണ്ടും ട്രേഡ് തന്നിരുന്നു. ഇവിടെ എത്തി നിൽക്കുമ്പോൾ സെൻസെക്സിന്റെ ക്ലോസിംഗ് ഡേ ആയിരുന്നുകൊണ്ട് ചിലർ എനിക്ക് കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇവിടെ എന്താണ് സാർ നെക്സ്റ്റ് മൂവ്, സാറിന്റെ ഫീൽ എന്താണെന്ന്. മോസ്റ്റ്ലി അതെല്ലാം കൂടെ വീണ്ടും പുതിയ ലോ തരും എന്ന് പറയുകയും
അത് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞവരും ഈ കൂട്ടത്തിൽ എൻ്റെ പ്രേക്ഷകരായി ഉണ്ടായിരുന്നു, എന്നെ കോൺടാക്ട് ചെയ്തവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അവർ ട്രേഡ് ചെയ്യുകയും പ്രോഫിറ്റ് ലഭിക്കുകയും ചെയ്തു. എന്നാൽ വളരെ വോളറ്റാലിറ്റി ഉള്ള ഒരു മൂവ്മെൻ്റ് ആണ് ആ സമയങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. പ്രൈസ് അപ്വേർഡ് പോകുന്നത് നിന്നോ എന്നുള്ള കൺഫ്യൂഷനിൽ പലരും ഫ്രൈഡേ ആയതുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിൻ്റെ ഭാഗമായി ഈ ലെവലിൽ വരികയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം പറയുന്ന പോലെ ഈസി അല്ല എന്ന് തന്നെയാണ് വസ്തുത. എന്നാൽ ഇത് കൃത്യമായി ട്രേഡ് ചെയ്യാൻ അറിയാവുന്നവർക്ക് എല്ലാം ട്രേഡബിൾ ആയിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ അതിനെയൊന്നും ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി ട്രേഡ് ചെയ്യാൻ കഴിയുന്നവരെ ഇതിനൊന്നും ഒരു പ്രൂഫും രേഖപ്പെടുത്താൻ കഴിയില്ല. ചെയ്യാൻ കഴിഞ്ഞവർ ചെയ്തു, അല്ലാത്തവർക്ക് അത് ലോസ് അടിച്ചിട്ടുണ്ടാവാം. അതിന് എന്ത് ചെയ്യാൻ കഴിയും? പഠിക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമില്ല. ഓക്കെ, അപ്പോൾ വെള്ളിയാഴ്ച നൽകിയ മൂവ്മെന്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തിങ്കളാഴ്ചത്തേക്ക് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. തീർച്ചയായും നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇത് എനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന പ്ലാനാണ്. അത് നിങ്ങൾക്കും ഉപയോഗിക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ റിസ്ക് ഉണ്ട്. സ്റ്റോപ്പ് ലോസ് കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ട്രേഡ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ യാതൊരു മനക്ലേശവും ഇല്ലാതെ ഞാൻ ആ പൊസിഷനിൽ നിന്നും എക്സിറ്റ് ആകാറുണ്ട്. എപ്പോഴും എൻ്റെയും പ്ലാനിങ്ങുകൾ കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. എനിക്കും സ്റ്റോപ്പ് ലോസ് ഹിറ്റുകൾ കിട്ടിയേക്കാം. എന്നാൽ ഇത് ഈ തരത്തിൽ ട്രേഡ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞു പോയ ചാർട്ടിനെ നോക്കി അതങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു കഥയുമില്ല എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വ്യക്തമായി അറിയാം. എന്നാൽ ഈ പ്ലാനുകൾ ഇങ്ങനെ തയ്യാറാക്കാൻ പറ്റുമ്പോൾ ഒരുപക്ഷെ എനിക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം എന്ന് കരുതുകയല്ലാതെ ഇതിന് പ്രത്യേകിച്ച് പ്രൂഫ് തരാൻ ഒരു നിവൃത്തിയുമില്ല. ഓക്കെ, താല്പര്യമുള്ളവർ കാണുക, താല്പര്യമുള്ളവർ ട്രേഡ് ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞ് എനിക്ക് ഒന്നും ചെയ്യാനും സാധ്യവുമല്ല. പലരും എന്നോട് ലെവൽസ് തരാമോ, ടിപ്പ് തരാമോ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ശുദ്ധമായി ഈ പ്ലാൻ, എൻ്റെ ട്രേഡിംഗ് പ്ലാൻ യൂട്യൂബിൽ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ കഴിയുന്നവർ കഴിയുക. ഞാൻ നിലവിൽ തൽക്കാലം ഇത്തരത്തിലുള്ള ഒരു മൂവ് നടത്താൻ താല്പര്യപ്പെടുന്നില്ല എന്ന് സ്നേഹപൂർവ്വം എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. എന്നാൽ എനിക്ക് വ്യക്തമായി കിട്ടിയേക്കാമെന്ന് തോന്നുന്ന ഹീറോ സീറോ ലെവലുകളോ ഒരു ട്രേഡിംഗ് ലെവലോ ഒക്കെ ഞാൻ മാർക്കറ്റ് വേവ്സിൻ്റെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോഴും ഞാൻ വ്യക്തമായ സ്റ്റോപ്പ് ലോസ് പോയിന്റുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് അത് പോസ്റ്റ് ചെയ്യാറുള്ളത്. ഞാൻ തീർച്ചയായും ആ സ്റ്റോപ്പ് ലോസ് പോയിന്റുകൾ പാലിച്ചിരിക്കും. ഇത് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നവർ ആ സ്റ്റോപ്പ് ലോസ് പാലിക്കുകയോ റിസ്ക് സ്വയം ഏറ്റെടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് ലെവലുകളെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ തന്നിരിക്കുന്ന മൂവ്മെന്റ് പ്രൈസ് എന്താണോ തന്നിരിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തിങ്കളാഴ്ചത്തേനുള്ള ട്രേഡിംഗ് ലെവൽ എന്താണ് എന്ന് പരിശോധിക്കാം. 23,587 എന്ന ലെവലിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവലായി കണക്കാക്കുന്ന ലെവൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ 23,442 എന്ന ലെവലിൽ ആദ്യത്തെ സപ്പോർട്ട് ലെവലായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിൽ 23,539 എന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് ഏരിയയും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ കൃത്യമായും ഈ ക്ലോസ് ചെയ്ത ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ, അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അങ്ങനെ ഒരു അപ്പൂവ് നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ തലേദിവസത്തെ ലോയോ ഒന്നുമല്ല. അതല്ലെങ്കിൽ തൊട്ട് താഴെ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവൽ സപ്പോർട്ട് ലെവലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഞാൻ അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ഈ തരത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ഏത് ദിവസവും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ ഇത് ഏതൊക്കെയാ ലെവലെന്ന് നമ്മൾക്ക് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കാൻ കഴിയാത്തതുകൊണ്ട് തലേ ദിവസം ഞാൻ ഇത്തരത്തിലൊരു പ്ലാൻ വളരെ പണ്ട് മുതലേ തയ്യാറാക്കി പോരാറുണ്ടായിരുന്നു. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശുദ്ധമായി എൻ്റെ ട്രേഡിംഗ് ലെവൽ, നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക. ഇവിടെ ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ അപ്വേർഡ് ഡയറക്ഷൻ തന്നാൽ തീർച്ചയായും ഒരു കോൾ വാങ്ങി ഡേയ്സ് ലോ, അതല്ലെങ്കിൽ തീർച്ചയായും ഈ ലെവൽ 23,398 അത് ഡേയ്സ് ലോ തന്നെയാണ്, കഴിഞ്ഞ ദിവസത്തെ ഡേയ്സ് ലോ തന്നെയാണ്. ആ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിലാണെങ്കിലും ഇത് അല്പം റേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ ഈ ലെവലിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണ്, 465, 470 ലെവലിൽ കിട്ടുകയാണെങ്കിൽ 540 പോയിന്റ് വരെ ഒരു ലെവൽ കിട്ടുക എന്ന് വെച്ചാൽ സാമാന്യം മോശമല്ലാത്ത ഒരു റേഞ്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഏരിയയിൽ വന്ന് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം ഞാൻ അവിടെ ടാർഗറ്റ് ബുക്ക് ചെയ്യും. അവിടെ തീർച്ചയായും അതിനുശേഷം ഡൗൺ സൈഡ് കിട്ടുകയാണെങ്കിൽ
ഒറ്റ വോളിയത്തിൽ ഇത് അപ്വേർഡ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് ഹോൾഡ് ഇത് ഈ ടാർഗറ്റ് വെച്ചേക്കാം. എന്നിരുന്നാലും ഈ ലെവലിൽ നിന്നും ടാർഗറ്റ് അറ്റ്ലീസ്റ്റ് ഞാൻ ട്രെയിൽ ചെയ്യുകയെങ്കിലും ചെയ്യും. എൻ്റെ നോ ലോസ് നോ ഗെയിന് കണക്കായി എൻട്രിക്ക് മുകളിലായി സ്റ്റോപ്പ് ലോസ് കയറ്റി വയ്ക്കുകയെങ്കിലും ചെയ്യും. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ, കിട്ടിയേക്കാവുന്നതാണ്, ഉറപ്പൊന്നുമല്ല, കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ആ തവണ തീർച്ചയായും ഡേയ്സ് ലോ തന്നെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പിന്നെ എങ്ങോട്ട് പോയാലും, അത് അഥവാ ഹിറ്റ് ചെയ്തിട്ട് പിന്നെ എങ്ങോട്ട് പോയാലും ഞാൻ എൻ്റെ ആ ലോസ് വന്ന തുക ഒഴിവാക്കി ബാക്കിയുള്ള ഫണ്ടിനെ സംരക്ഷിക്കുമെന്നർത്ഥം. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, തുടർന്ന് വരുന്ന അപ്പ് മൂവ് ഇതിന് മുകളിലോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്ന് കണക്കാക്കുകയും ഈ ലെവലുകൾ പ്രതീക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ഹിസ്റ്റോറിക്കൽ ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവാൻ കഴിയുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് തന്നെ സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനുകളിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൽ നിന്ന് ഈ ഏരിയയിൽ നിന്നും അത്രയും ഉയരം സഞ്ചരിക്കുമ്പോൾ വീണ്ടും പലയിടങ്ങളും നമുക്ക് സ്റ്റോപ്പ് ലോസ് പോയിന്റുകളായി കണക്കാക്കാൻ കിട്ടുന്നതാണ്. അങ്ങനത്തെ പോയിന്റുകളിൽ നിന്ന് കണക്കാക്കിക്കൊണ്ട് അവിടെ നിന്നും വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്തേക്കാം. അപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. അവ കഴിഞ്ഞ ദിവസങ്ങളിലെ രേഖപ്പെടുത്തിയവയാണ്. നിങ്ങളുടെ ചാർട്ടിലും നിങ്ങൾ ഇത് രേഖപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് എങ്കിൽ നിങ്ങളുടെ ചാർട്ടിലും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ, 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതിന് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിലും താഴേക്ക് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് 23,398 എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസത്തെ ലോയ്ക്ക് താഴെ ക്ലോസ് ആയാൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. 23,366, 332, 307, 282, 260, 230 എന്ന ലെവലുകളാണ് ഞാൻ പ്രധാനമായും കണക്കാക്കുന്നത്. അവയിൽ ഈ തിക്ക് ലൈൻ രേഖപ്പെടുത്തിയവയെല്ലാം സപ്പോർട്ട് ലെവലുകളായി പ്രവർത്തിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അതിന് തൊട്ട് താഴെയും സപ്പോർട്ട് ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അത്രയെല്ലാം ഒറ്റ ദിവസം തന്നെ തിങ്കളാഴ്ച തന്നെ വീണ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ന്യൂസിനെ അടിസ്ഥാനപ്പെടുത്തി ചിലപ്പോൾ വീണെന്നും വന്നേക്കാം. ഓക്കെ. അപ്പോൾ നിഫ്റ്റിയുടെ ട്രേഡിംഗ് പ്ലാൻ ഇതാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ലെവലുകൾ എന്ന് പരിശോധിക്കാം. 51,288 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് സോൺ എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 51,938 എന്ന കഴിഞ്ഞ ദിവസത്തെ ഹൈ ആണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ 51,798 എന്ന രണ്ടാമത് ഉയർന്നു വന്ന ഹൈയും രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക് പ്രൈസ് ആക്ഷൻ പ്രകാരം അത് അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ അപ്വേർഡ് ഡയറക്ഷനിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ തന്നെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ പ്രധാന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്ന് കരുതുകയും ഇവിടെ രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കാവുന്നതുമാണ്. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും അപ്പർ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതിന് വേണമെങ്കിൽ പുതിയ ഉയരം തരാം. അപ്പോൾ നിഫ്റ്റിയെയും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. എന്നാൽ ബാങ്ക് നിഫ്റ്റി സെല്ലിംഗ് ആവുകയാണെങ്കിൽ ഒരുപക്ഷെ നിഫ്റ്റിയും നല്ല സെല്ലിംഗ് ഡയറക്ഷനിലോട്ട് പോയേക്കാം എന്ന ആശങ്കയും എനിക്കുണ്ട്. എന്നാൽ ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് ബാങ്ക് നിഫ്റ്റിയിലെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും.
അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് കഴിഞ്ഞ ദിവസത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് താഴെ ചേർത്തിട്ടുള്ളവ. നിങ്ങൾ കാണാമെന്ന് കരുതുന്നു. 50,991, 50,757, 50,496, 50,261 എന്നീ ലെവലുകളാണ് ഞാൻ പ്രധാനമായും രേഖപ്പെടുത്തിയിട്ടുള്ള ടാർഗറ്റ് ലെവലുകൾ. അപ്പോൾ അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവൽ എന്ന് പരിശോധിച്ച് നോക്കാം. സെൻസെക്സിൽ പ്രൈസ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 77,147 സപ്പോർട്ടായി കഴിഞ്ഞ ദിവസത്തെ ലോ തന്നെ 76,799 എന്ന ലെവലുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇവിടെയും ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്, അത് 77,512 അപ്പോൾ ഈ ലെവലിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണ് എങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഇവിടെ തന്നെ ഓപ്പൺ ചെയ്ത് ഇവിടുന്ന് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ആണ് ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേൺ നൽകുന്ന പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെയാണ് ഒരു ഇൻഡിക്കേഷൻ ലഭിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്പോൾ ഡയറക്ഷണൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇതിനു മുകളിൽ പ്രധാനമായും ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. എങ്കിൽ പോലും ഇവിടെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെയാണ് എങ്കിൽ ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാനും, അതായത് 77,426 എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുകയും വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് തന്നെ അപ്പോൾ ഡയറക്ഷണൽ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അപ്പോൾ ഡേയ്സ് ലോ തന്നെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് അപ്പോഴ് പോയേക്കാം എന്നാണ് ഞാൻ കരുതുക. അങ്ങനെയെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ 77,810 എന്ന ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടാവുന്ന ഡിക്ലൈൻ എല്ലാം ബൈങ് തന്നെയായിരിക്കാം. അങ്ങനെയെങ്കിൽ അപ്പോൾ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മുകളിൽ ചേർത്തിട്ടുള്ളവ. 77,965, 78,083, 78,228 എന്നിങ്ങനെയാണ് കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളത് ചാർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. എന്നാൽ ഇവിടെ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് ഇവിടുത്തെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം നൽകുന്നത് എങ്കിൽ ഡേയ്സ് ഹൈ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഈ ലെവലിന് താഴെ, അതായത് കഴിഞ്ഞ ദിവസത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുകയും ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ വീണ്ടും ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് താഴോട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റുകൾ ലഭിക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 76,720, 76,617, 76,532, 426, 291 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. ഈ തരത്തിൽ ചെറിയ ലെവലുകൾ കൂടി, മൈനർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ കൂടി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും എല്ലാം നല്ല റേഞ്ച് മൂവ് ചെയ്യുന്ന ഇൻഡെക്സുകളാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്നും ഒരു അപ്വേർഡ് മൂവ്മെന്റോ സെല്ലിങ്ങോ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അല്ലെങ്കിൽ ലോ അതിന് തൊട്ട് താഴെ ഇമ്മീഡിയറ്റ് ആയി ഒരു സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് ലെവൽ ലഭിക്കാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള ഇന്നർ മൈനർ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽ രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഒരു ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ സപ്പോർട്ട് ചെറിയ മൈനർ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവലുകൾ പ്രധാനമായും വർക്ക് ചെയ്തോളണമെന്നില്ല. എന്നാൽ തിക്ക് ലൈനുകൾ തീർച്ചയായും വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് അത്തരത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് എല്ലാവരോടും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് തിങ്കളാഴ്ചത്തേക്ക് വേണ്ടിയുള്ള നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും എൻ്റെ ട്രേഡിംഗ് പ്ലാന്. നിങ്ങൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. റിസ്ക് നിങ്ങളുടേതാണ്. തീർച്ചയായും ഇത് എൻ്റെ ട്രേഡിംഗ് പ്ലാനാണ്. അപ്പോൾ നിങ്ങൾ പുതുതായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്നാലും ഞാൻ അങ്ങനെ രേഖപ്പെടുത്തുന്നു എന്ന് മാത്രം. സ്ഥിരമായി ചാനൽ കാണുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി അപ്പോൾ തിങ്കളാഴ്ചയും നല്ല മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.